ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്നൊരിക്കലും ആഗ്രഹിച്ചതല്ല. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര തെറ്റുകാരാണ്, ഫേക്കാണ്. മൃദുലേ പ്രവീൺ ഫേക്കാണ്, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനുമാണ് അപ്പുറത്ത് നിന്ന് കരയുന്നത്. അപ്പം കരയുമ്പോൾ രണ്ടുപേര് കരയുമ്പോൾ അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അതിൽ പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല. ഞാൻ അമ്മയെ വെച്ചിട്ട് കരയിച്ചു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായെന്നില്ല. എൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഒരിക്കലും ഇങ്ങനെ നാവെന്ന് പ്രതീക്ഷയല്ല കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടേനെ. എനിക്കിത് കൊണ്ട് തുറന്നുകൊണ്ട് പോയി താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്കറിയാം, ആ വീഡിയോയിൽ ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ നിന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് വെക്കും എന്ന് എന്നോട് ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു, ഏട്ടൻ്റെ അഡ്രസ്സ് വേ, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത്. കാരണം ഞാൻ പറയിച്ചു, കാരണം നമുക്ക് ഒരു അഡ്രസ്സ് ഇല്ല, അതെന്നെ വെപ്പിച്ചതാണ്. ഇങ്ങനൊരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത്. കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം, എല്ലാം ഓക്കെ ആവാം, പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അവിടെ പോയേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെയാണ്, മൃദുലയുടേതും അവിടെയാണ്. അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു, കാരണം ഇതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു, അവനും പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ ഇട്ടെന്നുള്ളത്. എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു, നീ എന്നെ ചതിച്ചതാണോ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് നീ എന്താണ് നീ ഉദ്ദേശിച്ചത്? നീ അവൻ സ്നേഹത്തിൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ചു പോയി. ഞാൻ വിചാരിച്ചതെല്ലാം മാറുമെന്ന്. അപ്പോൾ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത്. അതാണ് കഴിച്ച് എനിക്ക് പെയിൻ ആയത്. ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടേൻ്റെ അല്ല, ഞാൻ ആദ്യം പറഞ്ഞു, എടി അവൻ ഇന്നലെ എന്നെ വിളിച്ചതായി. കൊച്ചുവിൻ്റെ വീഡിയോ ആദ്യം കാണാം. അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. ഓക്കെ, എൻ്റെ അഡ്രസ്സും എൻ്റെ വീടും അതാണ്. അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടിൽ നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത്, ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ, നീ വരാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക, എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ കഷ്ടപ്പെടുണ്ടാക്കിയതാ, എന്നെ കിടക്കാപ്പൂല പോറങ്ങിയാണ്. ഇത് മുറിവുണ്ടാക്കിട്ട് കിടപ്പുണ്ട്, മറന്നു കിടന്നുകൊണ്ട് പോയിട്ട് മതി നടക്കുന്നത് ഇങ്ങനെയും നോക്കൂല. ഞാനാ പറയാം, ഞാൻ സത്യം കിടക്കാപ്പൂല, അതൊന്നുമില്ല, നീ കിടക്കൂല. ഞാനാ പറഞ്ഞേ എന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവിടെ എന്റെ കുടുംബം എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു, എവിടെ റൂം, ഇവിടെ റൂം, ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും ഇവിടുന്ന്. ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കാക്കൂല. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് നേരത്തെ പറയിരിക്കുന്നത് എത്ര ഭാഗത്തിന്റെ വാർത്തയിലുണ്ട്. ഓ ഇവിടെ വന്നിരിക്കുന്നു, ഇതിനെ വീഡിയോ അല്ല കോപ്പറിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ആമാൻ്റെ വെച്ചിട്ട് പോകാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിരിക്കുന്നത് ഞങ്ങളൊന്നും കഴിച്ചില്ല. മുരുകൻ കൊണ്ടുവന്ന് എനിക്കുള്ള കൊണ്ടുവന്നില്ല, എവിടെയും കൊണ്ടുപോയിട്ടില്ല, അവരുടെ കൊടുത്തിട്ടില്ല. ഇതില് ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെയാണ് ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങി പൊക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ, നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായി കൊണ്ട് ജീവിക്കേണ്ടത് ഇനി മരണം വരെ. അങ്ങനെ ഒരു എനിക്ക് വിളക്ക് തന്നെ കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കാൻ, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചാലോ? ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല, അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും.
അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ മുതലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുണ്ട്. വീടുണ്ട്, എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറങ്ങിപ്പോയാണ്. അവർ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ ബ്ലോഗിൽ വീഡിയോ എടുത്തില്ലെന്ന്, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോകണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡ്യൂ ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ എന്നെയും കൊണ്ടായിട്ട് എവിടെ പോകും എന്നുള്ളൊരു ചിന്ത. നമ്മൾ കാറിൽ എത്ര നേരം ഇരുന്നു എന്നറിയും. നമ്മൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ അവർക്കൊരു നെഗറ്റീവ് കമന്റ് നമ്മൾ കണ്ടില്ല. എല്ലാവരും ഒന്നിക്കട്ടെ എന്ന് മാത്രമേ കണ്ടുള്ളൂ. കാരണം നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റവും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് ഇട്ടേന്ന് അറിയത്തില്ല. ഒരു അച്ഛനും അമ്മയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുക കേട്ടോ, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 or 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചും, മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ. അത് ഇന്നലെ തുടങ്ങുന്നതല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ആയിക്കോട്ടെ. കല്യാണം കഴിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്ട്രീമായി. പക്ഷേ അതെന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മക്കളെ ഒരേ രീതിയിൽ കാണാത്തത്. പ്രൊമോഷൻ വീഡിയോ എടുത്തതിൻ്റെ അന്നാണ്, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുതലേ ഒക്ടോബർ 27 എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും.